എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് വന്നിട്ട് റീസെൻ്റായിട്ട് തമിഴ്നാട്ടിൽ സംഭവിച്ച ഒരു കേസിനെ കുറിച്ചാണ്. ഞാൻ റിസർച്ച് ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ കൂടെ ഞാനതിനെ ഷെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കും കുറച്ച് ആ കേസിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് അവെയർ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കേസ് വന്നിട്ട് റീസെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ നവംബർ ഫസ്റ്റ് വീക്കിലാണ് ഈ കേസ് സംഭവിച്ചിരിക്കുന്നത്. കേസിനെ കുറിച്ച് പറയുവാണെങ്കിൽ തമിഴ്നാട്ടിലാണ് ഈ കേസ് സംഭവിച്ചിരിക്കുന്നത്. അന്ന് ഇതൊരു മർഡർ കേസാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് തമിഴ്നാട്ടിൽ ഭാരതി എന്ന് പറയുന്ന ഒരു അമ്മ വന്നിട്ട് തൻ്റെ സ്വന്തം കുഞ്ഞിന് 5 മാസമേ ആയിട്ടുള്ളൂ. ആ കുഞ്ഞിനെ വന്നിട്ട് കൊന്നിരിക്കുവാണ്. അപ്പോൾ എന്തിനാണ് അമ്മ വന്നിട്ട് കുഞ്ഞിനെ കൊന്നത്, അതിൻ്റെ പുറകിലുള്ള റീസൺ എന്തുവാണ്, കൊന്ന ശേഷം എന്തൊക്കെ സംഭവിച്ചു, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയണം. ഞാൻ ഈ കേസിനെ കുറിച്ച് ഞാൻ ആദ്യം വന്നിട്ട് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരു വലിയ യൂട്യൂബർ വന്നിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് വന്നിട്ട് ഞാൻ ഗൂഗിളിൽ റിസർച്ച് ചെയ്തിട്ട് ന്യൂസ് പേപ്പർ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കേസിനെ കുറിച്ചൊക്കെ അറിഞ്ഞതും. പിന്നെ വളരെ ഷോക്കിംഗ് ആയിരിക്കുന്ന ഒരു കേസാണ്. സ്വന്തം അമ്മയെ വന്നിട്ട് ജനിച്ചിട്ട് 5 മാസമേ ആയിട്ടുള്ള ആ കുഞ്ഞിനെ കൊന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, പിന്നെ ജനങ്ങൾക്ക് കുഴപ്പമില്ല. എന്തിനാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങളിത് ഒരുപാട് ദിവസം വരെ ഓർത്ത് വെക്കാറില്ല. ഇതൊരു ജസ്റ്റ് ഒരു ലെസൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതിനെ ലെസൺ രീതിയിൽ കണ്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ഇത് ഇതിനെ അനുഭവിച്ചുകൊണ്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ഫാമിലി, അച്ഛനാവട്ടെ അമ്മയാവട്ടെ അവരുടെ റിലേറ്റീവ്സ് ആവട്ടെ ഇല്ലെങ്കിൽ അവരുടെ ഫാമിലി ആവട്ടെ, അവരിനാണ് ഇത് ഒരുപാട് ബാധിക്കുന്നത്, ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നത്. എന്തിനാന്ന് വെച്ചെങ്കിൽ അവർക്കിത് അവരുടെ ജീവൻ ഇരിക്കുന്നവരെ അവർക്കത് മറക്കാൻ പറ്റത്തില്ല. എന്തിനാന്ന് വെച്ചെങ്കിൽ ഈ ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത് അവരുടെ വീട്ടിലാണ്, അവരുടെ കുഞ്ഞിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് അവർക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഒരുപാട് സമയമെടുത്താലും അവർക്ക് ഇത് അവരുടെ മനസ്സിന് പോകത്തില്ല. അങ്ങനത്തെ കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻറ്റ് നടന്നുകൊണ്ട്. അപ്പോൾ ഈ കേസ് വന്നിട്ട് തമിഴ്നാട്ടിൽ കൃഷ്ണഗിരി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ചെറിയ ഗ്രാമമാണ്, ചിന്നാട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത്. ഭാരതിയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ. ഹസ്ബൻഡിൻ്റെ പേര് വന്നിട്ട് സുരേഷ് എന്നാണ്. ഇവർ രണ്ടുപേർക്ക് വന്നിട്ട് 3 കുട്ടികളാണ്. അതിൽ 2 പേര് വന്നിട്ട് പെൺകുട്ടികൾ. ഒന്നിന് 5 വയസ്സാണ്, ഒന്നിന് 3 വയസ്സാണ്. മൂന്നാമത്തെ കുട്ടി വന്നിട്ട് വെറും 5 മാസം ആയിട്ടിരിക്കുന്ന കുഞ്ഞായിരുന്നു. അത് വന്നിട്ട് 6ാമത്തെ മാസത്തിലോട്ട് കാല് വെക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. മീൻസ് ഭാരതിയും പിന്നെ സുരേഷും കല്യാണം കഴിച്ചിട്ട് നല്ലോണം ജീവിച്ചുകൊണ്ടുണ്ടായതാണ്. അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലായെങ്കിൽ ഈ കേസിനുള്ള മെയിൻ റീസൺ എന്തുവാണെന്ന് ഞങ്ങൾക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോവുകയാണെങ്കിൽ, ഈ ഭാരതി എന്ന് പറയുന്ന അവൾക്ക് വന്നിട്ട് അവളുടെ വീട്ടിൻ്റെ അടുത്ത് സുമിത്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടായി. ആദ്യത്തിൽ വന്നിട്ട് അവളൊരു നെയ്ബറായിരുന്നു, അങ്ങനെ സംസാരിക്കുമായിരുന്നു ആദ്യം. പിന്നീട് അവർ ഫ്രണ്ട്സ് ആവും, പിന്നെ അവർ ക്ലോസ് ആവും, എന്നിട്ട് അവർ റിലേഷൻഷിപ്പിലാവും. പക്ഷേ ഇത് വീട്ടിൽ ആർക്കും അറിയത്തില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങളിൽ ഇവരുടെ സ്വഭാവം, ഇവർ നടക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു. ജനങ്ങൾ വന്നിട്ട് ഭാരതിയുടെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഭാരതിയുടെ ഹസ്ബൻഡ് സുരേഷ് വന്നിട്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് വന്നിട്ട് ഭാരതി പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമൊന്നുമല്ല, ഞാൻ ഫ്രണ്ടിൻ്റെ രീതിയിലാണ് അവളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫ്രണ്ടിൻ്റെ രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് പറഞ്ഞിട്ട് അത് അങ്ങനെ ഒഴിവാക്കും. പക്ഷെ ഇത് ഒരുപാട് വലിയ ഇഷ്യൂ ആവുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു, ലെസ്ബിയൻ കപ്പിൾ റിലേഷൻഷിപ്പിലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണും ഇഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ അവരുടെ ഞങ്ങൾ ലെസ്ബിയൻ എന്നാണ് പറയുന്നത്. അതുപോലത്തെ റിലേഷൻഷിപ്പിലായിരുന്നു ഇവർ രണ്ടുപേർ വന്നിട്ട് ഒരുപാട് വാട്സാപ്പിലും വോയിസ് മെസ്സേജ് ചെയ്യാറുണ്ടായി, പിന്നെ കോൾസ് ചെയ്ത് സംസാരിക്കാറുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് എടുക്കാറുണ്ടായി. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇവർ രണ്ടുപേർ റീൽസ് ചെയ്യാറുണ്ടായി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ പിന്നെ വന്നിട്ട് ഭാരതിന് ഒരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞ് ജനിച്ച പിന്നെ നിങ്ങൾക്കേ അറിയാം, ഇപ്പോൾ ഒരു അമ്മയ്ക്ക് വന്നിട്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെന്ന് പറയുമെങ്കിൽ അമ്മയ്ക്ക് വേറെ ഒരു കാര്യത്തിലും സമയം കൊടുക്കാനാവട്ടെ, വേറെ ഒരു കാര്യത്തിലും അവരെ അങ്ങോട്ട് പോകാനാവട്ടെ, അവരോട് സംസാരിക്കാനാവട്ടെ അത്രയൊന്നും സമയം കിട്ടത്തില്ല. എന്തിനാന്ന് വെച്ചെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അമ്മയാണ് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നത്, പിന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന കുഞ്ഞോട് അമ്മയായിരിക്കും. ഭാരതിന് വന്നിട്ട് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഭാരതിന്
സുമിത്രയ്ക്ക് കൊടുക്കാൻ ഒരുപാട് സമയം കിട്ടിയില്ല. സുമിത്രയോട് സംസാരിക്കാനോ പോവാനോ അത്ര സമയം കിട്ടാത്തതുകൊണ്ട് ഭാരതി എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ, ഭാരതി വന്നിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് കുഞ്ഞിൻ്റെ കൂടെ ചെയ്തു. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്മയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഭാരതിയും വന്നിട്ട് ഒരുപാട് ബിസി ആയിരുന്നു തൻ്റെ കുഞ്ഞിനെ നോക്കുന്ന അതിൽ. ഇതേ സമയത്ത് വന്നിട്ട് സുമിത്ര ഉണ്ടല്ലോ, സുമിത്രേന് ഒരുപാട് സങ്കടമാവും. എന്തിനാന്ന് വെച്ചാൽ ഭാരതി വന്നിട്ട് എന്നോട് ഒരുപാട് സമയം ചെലവ് ചെയ്യാറുണ്ടായി, ഒരുപാട് കോൾസ് ചെയ്ത് സംസാരിച്ചോണ്ടുണ്ടായി. ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ല. അപ്പോൾ അവളുടെ വിചാരം എന്താണെന്ന് വെച്ചെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഭാരതി വന്നിട്ട് എൻ്റെ മുകളിൽ ഒരു അറ്റൻഷൻ തരുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല. അതുപോലെ അവൾ ജലസ് ഫീൽ ആയിട്ട് അവൾ കോൾ ചെയ്തിട്ട് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടായി ഭാരതിയോട്, നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഇവിടെ തന്നെ നിർത്താം, എനിക്ക് നിന്നെ ഇഷ്ടമില്ല, നീ എനിക്ക് ഒരുപാട് ടൈം തരുന്നില്ല, നീ എന്നോട് സംസാരിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭാരതിന് ഒരുപാട് സങ്കടമാവും. അതേ രീതിയിൽ വന്നിട്ട് ഇപ്പോൾ സുമിത്രേനെ നോക്കുവാണെങ്കിൽ സുമിത്ര വന്നിട്ട് പറയുന്നുണ്ടായി, ഞങ്ങളുടെ അടുത്തിരിക്കുക ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് സുമിത്ര വന്നിട്ട് ഭാരതിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഭാരതിന് ശരിക്കും ഇഷ്ടം ഉണ്ടായെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭാരതിന് ഒരുപാട് സങ്കടമാവും. അപ്പോൾ ഭാരതി വന്നിട്ട് ഒരു തീരുമാനം എടുക്കും. അവൾക്ക് അവളുടെ ഇഷ്ടം ജെന്യൂനാണ്, ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരതി വന്നിട്ട് ഒരു ദിവസം കുഞ്ഞിൻ്റെ മൂക്കും വായി പൊത്തി പിടിച്ചിട്ട് അതിന് ശ്വാസം മുട്ടാനാവാതെ രീതിയിൽ ചെയ്തിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളയും. പക്ഷെ അവിടെ ആർക്കും അത് അറിയത്തില്ല. ഇത് വന്നിട്ട് ഭാരതി വേണം എന്ന് ചെയ്തതാണ്, ഭാരതി തന്നെ കൊന്നയാണ് ആ കുഞ്ഞിനെ എന്ന്. ഇനിഷ്യലി വന്നിട്ട് ആ കുഞ്ഞിനെ അവർ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഡോക്ടർ പറയും കുഞ്ഞ് മരിച്ചു പോയിരിക്കുവാന്ന്. അതേ രീതിയിൽ അവരിത് നോർമൽ ഡെത്താണെന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞിനെ അവർ കുഴിച്ചു മൂടും. കുഞ്ഞിനെ കുഴിച്ചു മൂടിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ പിന്നെ നമുക്ക് നോർമലായിട്ട് അറിയാം, ഇപ്പോൾ ഒരു വീട്ടിൽ വന്നിട്ട് ഒരു അമ്മേന് അല്ലെങ്കിൽ അച്ഛനും ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര സങ്കടത്തിലായിരിക്കും. സങ്കടത്തിലെന്ന് പറയുമ്പോൾ ഒരു സ്വന്തം കുഞ്ഞാണ്, അവർക്ക് ജനിച്ച കുഞ്ഞല്ലേ, അപ്പോൾ അത് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആയ ഒരു വേദന അവരുടെ മനസ്സിലുണ്ടാവും. അല്ലാതെ അവർക്ക് അത്ര പെട്ടെന്ന് മൂവ് ആവാൻ പറ്റത്തില്ല, അവരുടെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെയായിരുന്നു ഇവരുടെ കേസിൽ വന്നിട്ട്. നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ അച്ഛന്മാർക്കും അമ്മമാർക്കും എന്താ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, അച്ഛന്മാർ വന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വീട്ടിൽ അവരാണ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ മൂവ് ആവാൻ നോക്കുന്നത്. പക്ഷെ അമ്മമാർ അങ്ങനെയല്ല, അമ്മമാർക്ക് കുറച്ച് നല്ലോണം സമയം എടുക്കും. പക്ഷെ രണ്ടുപേരുടെ സങ്കടമൊക്കെ ജെന്യൂൻ തന്നെ ആയിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സ് വന്നിട്ട് ഈ അമ്മമാർക്കായിരിക്കും. അതാണ് ആക്ച്വലായിട്ട് നടക്കുന്നത്. പക്ഷേ ഈ കേസിൽ വന്നിട്ട് കുഞ്ഞ് മരിച്ചു പോയി, അതിന് പിറ്റേ ദിവസം തന്നെ എന്തായെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭാരതി വന്നിട്ട് ഒരുപാട് ഫോൺസിനെ യൂസ് ചെയ്തുകൊണ്ടായി. പക്ഷെ ഇതിനെ കണ്ടപ്പോൾ തന്നെ സുരേഷിന് നല്ല ഡൗട്ട് വന്നു. എന്തിനാന്ന് വെച്ചെങ്കിൽ സ്വന്തം അമ്മയാണ്, കുഞ്ഞ് മരിച്ചു പോയിരിക്കുക, സങ്കടം ഒന്നും കാണുന്നില്ല. സങ്കടം കാണണമെന്ന് ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ കുറച്ച് ഒരു വിഷമം ഉണ്ടാവും എന്നാണ് ഞാൻ അവിടെ പറയാൻ വരുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഭാരതി വന്നിട്ട് ഒരുപാട് ഫോൺസ് ഉപയോഗിക്കാറുണ്ടായി. എന്നിട്ട് ഫോൺസ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഭാരതി വന്നിട്ട് സുമിത്രയോട് ചാറ്റ് ചെയ്യുന്നുണ്ടായി. ആ ചാറ്റിൽ ഇവർ സംസാരിച്ചതാവട്ടെ, ഈ കുഞ്ഞിനെ കൊന്നതാവട്ടെ, എല്ലാം അതിനെക്കുറിച്ചൊക്കെ എല്ലാം ആ ചാറ്റിലുണ്ടായി. ആ വോയിസും പിന്നെ ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സുരേഷിന് വന്നിട്ട് ഭാരതി വന്നിട്ട് സുമിത്രയുടെ കൂടെ റിലേഷൻഷിപ്പിലാണെന്ന്. അതിന് ശേഷം വന്നിട്ട് സുരേഷ് വന്നിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കും. അതേ സമയത്ത് ഭാരതി വന്നിട്ട് സുരേഷിനെ വിളിച്ച് പറയും, അതെ ഞാൻ തന്നെ കൊന്നതാണ്, താൻ ചെയ്ത കുറ്റത്തിനെ അവൾ അംഗീകരിക്കും. അതിൻ്റെ ശേഷം വന്നിട്ട് പോലീസ് വന്നിട്ട് അവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യും. ഇവിടെ ഭാരതി പറയുന്നത് എന്തുവാന്ന് വെച്ചെങ്കിൽ, ഞാനിത് ചെയ്യാൻ മെയിൻ കാരണം വന്നിട്ട് സുമിത്രയാണ്. സുമിത്ര എന്നെ ട്രിഗർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടമില്ല, നമ്മൾ രണ്ടുപേരും നിർത്താം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് ഭാരതി പറയും. അതുകൊണ്ട് രണ്ടുപേരും ഈ കേസിൽ അറസ്റ്റഡ് ആയിരിക്കുവാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം റിപ്പോർട്ടിൽ മനസ്സിലായി വന്നിട്ട് ഭാരതി വന്ന് ശ്വാസം മുട്ടിപ്പിച്ചിട്ട് കൊന്നിരിക്കുവാണെന്ന്. ഇത് വന്നിട്ട് ഞങ്ങൾക്ക് അറിയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ അറിയൽപ്പെട്ട ഒരു കേസാണ്. ഇതുപോലത്തെ അറിയൽപ്പെടാത്ത രജിസ്റ്റർ ആവാത്ത ഒരുപാട് കേസസ് ഉണ്ട്. ഇതൊക്കെ ക്യാമറത്തിൻ്റെ പുറകിലും പിന്നെ TV ന്യൂസിൻ്റെ പുറകിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ഗ്രാമത്തിലായിരിക്കും നടക്കുന്നത്, ഇല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നടക്കാം, പക്ഷെ അത് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഈ കേസിനെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായത്.